ദ്രാസിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ യുദ്ധത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒരു പാഠവും ഉൾക്കൊണ്ടില്ല. ഇപ്പോഴും നിഴൽ യുദ്ധം തുടരുന്നതായും മോദി വിമർശിച്ചു. അഗ്നിപത് പദ്ധതിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത് സങ്കുചിത ചിന്താഗതിക്കാരെന്നും കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. മാതൃരാഷ്ട്രത്തിനായി പ്രാണത്യാഗം ചെയ്ത സൈനികരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഉറങ്ങുന്ന ദ്രാസ് കാർഗിൽ വിജയത്തിന്റെ 25ാം വാർഷികം പ്രധാനമന്ത്രി ആചരിച്ചത് ഇവിടെയാണ്. യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബാംഗങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ദ്രാസിനെ അഭിസംബോധന ചെയ്യവേ പാകിസ്ഥാന് വിമർശനം. കാർഗിലിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്ത അയൽ രാജ്യം ഇപ്പോഴും ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം തുടരുകയാണ്. ഭീകരതയെ എല്ലാ അർത്ഥത്തിലും തുടച്ചു നീക്കുമെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. पाकिस्तान ने अतीत में जितने भी दुष्प्रयास किए उसे मुंह की खानी पड़ी है, लेकिन पाकिस्तान ने अपने इतिहास से कुछ नहीं सीखा है. वो आतंकवाद के सहारे, प्रॉक्सी वॉर के सहारे अपने आप को प्रासंगिक बनाए रखने का प्रयास कर रहा है. സൈന്യത്തെ യുവത്വവൽക്കരിക്കുന്നതാണ് അഗ്നിപത് പദ്ധതി. എന്നാൽ സങ്കുചിത ചിന്താഗതിക്കാർ അഗ്നിപത്തിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നതായി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ വലിയ അഴിമതി നടത്തിയവരാണ് അഗ്നിപത്തിനെ വിമർശിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. अग्निपथ योजना के जरिए देश ने इस महत्वपूर्ण सपने को एड्रेस किया है. अग्निपथ का लक्ष्य सेनाओं को युवा बनाना है. अग्निपथ का लक्ष्य सेनाओं को युद्ध के लिए निरंतर योग्य बनाए रखना है. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, വായുസേനാ മേധാവി എയർ ചീഫ് മാർഷൽ BR ചൌധരി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നിവരും ദ്രാസിൽ പുഷ്പാർച്ചന നടത്തി. ജനം, ഡൽഹി.